നിങ്ങൾക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? എന്നാൽ വിശ്വസിക്കണം അവൻ്റെ കാലുകളെ. 16-ാം വയസ്സിൽ അവൻ എഴുതി തിരുത്തിയ ചരിത്രത്തെ തൊടാൻ ഇനി അത്ഭുതമുണ്ടാകണം. ഫാന്റസി കഥകളിലെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ അവൻ്റെ പേര് ലാമിൻ യമാൻ. പ്രായം 16. ലാലീഗ രൂപീകരിച്ച് 90 വർഷങ്ങൾക്കിപ്പുറം ക്ലബിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ അവനെ ലോകം മുഴുവൻ ഇന്ന് ആരാധിക്കുകയാണ്. മെസ്സിക്കും റൊണാൾഡോയ്ക്കും എംബാപ്പയ്ക്കും ശേഷം ആരാധകർ ആർത്തു വിളിക്കാൻ പോകുന്ന പേര് ലാമിൻ യമാൻ. 2003 നവംബർ 16 ബാഴ്സയിൽ ഈ തീയതി തികച്ചും വ്യത്യസ്തമായ ഒരു കാരണത്താലാണ് ഓർമ്മിക്കപ്പെടുന്നത്. ലയണൽ മെസ്സി ടീമിൽ അരങ്ങേറ്റം കുറിച്ച ദിവസമായിരുന്നു അത്. 16 വർഷവും 4 മാസവും 23 ദിവസവും മാത്രമുള്ളപ്പോഴാണ് മെസ്സി ആദ്യമായി ടീമിന് വേണ്ടി വലകുലുക്കുന്നത്. ഇന്നിപ്പോൾ ബാഴ്സയ്ക്ക് കളിക്കളത്തിൽ മറ്റൊരു 16 വയസ്സുകാരൻ കൂടിയുണ്ട്, ലാമിൻ യമാൻ. റൊക്കോഫോണ്ടയിലെ ചുവരുകളിലും മാലിന്യ ബക്കറ്റുകളിലും വരെ 304 എന്ന നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകും. ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യമായി ലാമിൻ വലകുലുക്കിയപ്പോൾ തൻ്റെ നഗരമായ റൊക്കോഫോണ്ടയുടെ അഭിമാനം അവൻ വാനോളം ഉയർത്തി. യമാലിന് 3 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞു. അതിനുശേഷം കുറച്ചുനാൾ തെക്കൻ മൊറോക്കോയിലുള്ള ലാ ടൊറോട്ടോയിൽ അമ്മ ഷൈലയ്ക്കൊപ്പമായിരുന്നു യാമലിൻ്റെ ജീവിതം. ജോലി ചെയ്തിരുന്ന ഫാസ്റ്റ് ഫുഡ് വിൽപ്പന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ഇന്നോസെന്റ് ഡൈസ് യമാലിന്റെ ഭാവി തിരുത്തിയവരിൽ ഒരാളായിരുന്നു. വളരെ നാണം കുണുങ്ങിയായ ഒരു പയ്യൻ, വിനയമുള്ളവനും സൗമ്യനും. അവന്റെ കഴിവുകൾ ആദ്യം തൊട്ടറിഞ്ഞത് ഡൈസ് ആയിരുന്നു. ഡൈസ് ഒരു പ്രാദേശിക ഫുട്ബോൾ കളിക്കാരനായിരുന്നു. നാട്ടിൽ അയാൾ അറിയപ്പെട്ടിരുന്നത് കുബാല എന്നായിരുന്നു. അക്കാലത്ത് ബാഴ്സയുടെ ഹീറോ ആയിരുന്നു ലാസ്ലോ കുബാല. ഡൈസ് ആണ് നിർബന്ധിച്ച് ലാ ടൊറോട്ടോയിൽ ക്ലബിൽ യമാലിനെ ചേർക്കുന്നത്. പണം ഒരു പ്രശ്നമായിരുന്നുവെങ്കിലും യമാലിന്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ക്ലബ് ഉടമസ്ഥൻ ആ ബാലന്റെ കളികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവൻ തുടങ്ങി വെച്ചതെല്ലാം ചരിത്രമായിരുന്നു. ഇനിയൊരു പിറവിക്ക് മാത്രം തിരുത്താൻ കഴിയുന്ന ചരിത്രം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും സൃഷ്ടിച്ച വിടവ് നികത്താൻ ഏത് താരങ്ങൾ എത്തുമെന്നത് കുറച്ചു നാളുകളായി കായിക ലോകം ചർച്ച ചെയ്യുകയാണ്. മെസ്സി ക്രിസ്ത്യാനോ പോരാട്ടത്തിന് ശേഷം എംബാപ്പെ ഹാലൻ പോരാട്ടമാകുമെന്ന് കരുതിയിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ഇരു താരങ്ങളും മങ്ങിയ പ്രകടനമാണ് പുറത്തെടുത്തത്. അതേസമയം ജൂഡ് ബെല്ലിംഗ്ഹാം, ജമാൽ മുസിയാല, ആർഡോ ഗില്ലർ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ നിരവധി താരങ്ങൾ പ്രതീക്ഷ നൽകി രംഗത്തെത്തിയിട്ടുണ്ട്. അവസാന പേരുകളിലൊന്ന് ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാനാണ്. 2024 യൂറോയിൽ സ്പെയിനിനായി 16-കാരനായ യമാൽ മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പായിരുന്നു. സെമിഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ നേടിയ വിസ്മയ ഗോളോടെ സ്പാനിഷ് ഫുട്ബോളിന്റെ ഭാവി താനായിരിക്കുമെന്ന് യമാൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഫ്രാൻസിനെതിരെ നേടിയ ഗോളോടെ യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന നേട്ടവും യമാൽ സ്വന്തമാക്കി. റൊക്കോഫോണ്ടയിലെ ഇടുങ്ങിയ തെരുവ് വീഥികളിൽ കണ്ടുമുട്ടുന്ന ആരോട് ചോദിച്ചാലും അവർ ലാമിൻ യമാനെ അറിയുന്നവരായിരിക്കും. അവർക്ക് ആദ്യം പറയാനുണ്ടാവുക അവന്റെ വിനയത്തെക്കുറിച്ചായിരിക്കും. ഞങ്ങളുടെ ഇടുങ്ങിയ വഴികൾ മറക്കുകയില്ല, ഈ കടലിന്റെയും കാറ്റിന്റെയും മണവും, അതുപോലെ 304 എന്ന നമ്പരും.